സോയാബീൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ ഈ റെസിപ്പി ടേസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കും നല്ലോണം ഇഷ്ടമാവും കേട്ടോ. സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിന്റെ സ്പെഷ്യൽ മസാലക്കൂട്ടിന് പട്ട 3 ഏലക്കായി 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയ ടേബിൾ സ്പൂൺ വലിയ ജീരകവും, കുരുമുളകും, 5 വറ്റൽമുളക്, ചെറിയ കഷ്ണം ബേ ലീഫ്, 3/4 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഇവയെല്ലാം ഒരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്ത ശേഷം 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതേപോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 1 നുള്ളി ചില്ലി കച്ചപ്പും, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും, 1 നുള്ളി സുർക്കയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് 1 കപ്പ് വെള്ളം ചേർത്ത് തിളച്ചു വരുമ്പോൾ നമ്മൾ പിഴിഞ്ഞു മാറ്റി വെച്ച സോയാബീൻ എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചു വെച്ച മസാലപ്പൊടിയും വേണമെങ്കിൽ മാത്രം അല്പം ചിക്കൻ മസാലയും ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ഈ സമയം ചേർക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച ശേഷം ഒരു നുള്ളു പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനാണ് മേലെ അല്പം സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്താൽ നമ്മുടെ മസാല റെഡി.